ഹലോ ഫ്രണ്ട്സ്, നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വഴുതനങ്ങ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ഡിഷിന് ഈ പരുവത്തിലുള്ള വഴുതനങ്ങ വേണം കേട്ടോ. ഇത്രയും വലുപ്പത്തിലുള്ള വഴുതനങ്ങ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് അധികം വിളഞ്ഞു പോകാത്ത വഴുതനങ്ങ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഷോപ്പിൽ ഈ വലുപ്പത്തിലുള്ള വഴുതനങ്ങ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മസാലയ്ക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായം, പിന്നെ ഇതാ വെളുത്തുള്ളിയാണ് വേണ്ടത്. പിന്നെ 2 പീസ് പുളി പിഴിഞ്ഞ വെള്ളവും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വഴുതനങ്ങ 4ആയിട്ട് കീറണം കേട്ടോ. തൊപ്പി കളയില്ല, തൊപ്പിയോടെ 4ആയിട്ട് കീറണം, വിട്ടു പോകാൻ തൊപ്പ് നിറച്ച് കൊടുക്കണം. പിന്നെ നമ്മളുടെ പാൻ ചൂടാക്കിയിട്ട് ഞാൻ ഇരുമ്പ് ചട്ടി എടുക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊളിച്ച് വെച്ച് വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട, അതേപടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ എണ്ണയ്ക്കിടുന്ന വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അടുത്ത സ്റ്റെപ്പിന് മുമ്പായിട്ട് നമ്മൾ ആ പുളിവെള്ളത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമ്മളെ പാനിലേക്ക് നമ്മൾ ആ വഴുതനങ്ങ വറുത്ത് വെച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് കരിവേപ്പിലയിട്ട് മുപ്പിക്കുക. അതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല കലക്കി ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതങ്ങ് നന്നായിട്ട് കിടന്ന് തിളച്ച് അതിൽ കിടന്ന് വറ്റണം കേട്ടോ. നമ്മൾ ഇളക്കോ ഒന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ട് കിടന്ന് നന്നായിട്ട് വറ്റി വരും. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് വഴുതനങ്ങ നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ മണം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടി. ബ്രെഡായിട്ട് ചപ്പാത്തിയോ പൊറോട്ടയോ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും ഇതൊരു വഴുതനങ്ങയും ഇച്ചിരി ഗ്രേവിയിലുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ മൊത്തം എത്ര എണ്ണം വെള്ളം കഴിച്ചു പോകും. അത്ര ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.